വെൽക്കം ബാക്ക് ടു റൈഡിഫൈ. ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുള്ളത് E20 പെട്രോളിനെ പറ്റിയാണ്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം, ഈ വീഡിയോയിൽ ഞാൻ എതിർക്കുകയല്ല ചെയ്യുന്നത്. എൻ്റെ ചില കൺസേൺസ് നിങ്ങളെ അറിയിക്കുകയാണ്. അത് മനസ്സിൽ വെച്ച് മാത്രം ഈ വീഡിയോ കാണുക. ഒന്നാമത്, E20 പെട്രോൾ എന്നാൽ എന്ത്? E20 എന്നാൽ 80% പെട്രോളിൽ 20% എഥനോൾ മിക്സ് ചെയ്യുന്നു. ഭാവിയിൽ അത് 100 വരെ എത്തുമെന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് ഇനി വ്യക്തതയില്ല. സോ ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ നമുക്ക് സംസാരിക്കുന്നത് E20 20% എഥനോൾ മിക്സ് ചെയ്യുമ്പോൾ എന്താണ് ബെനിഫിറ്റ്സ്? ഒന്ന്, ഈ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി 20% കുറയാൻ ചാൻസ് ഉണ്ട്. പെർ ലിറ്ററിൽ 20% കുറയാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഒരു ബയോ ഫ്യൂവൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നത്. അതായത് നമുക്ക് കരിമ്പിൽ നിന്ന് മറ്റും ഉണ്ടാക്കാൻ സാധിക്കുന്ന വസ്തുവാണ് ഇഥനോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ്സ് ഉണ്ടാകും. മൂന്നാമത്തെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചിലർ പറയാറുണ്ട് E20 അല്ലെങ്കിൽ എഥനോൾ എന്ന് പറയുന്നത് നേച്ചറിൽ കുറച്ചും കൂടെ പെട്രോളിൽ അത്ര ദോഷം ചെയ്യാത്ത വസ്തുവാണെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അധികം സംസാരിക്കുന്നില്ല. അപ്പം എൻ്റെ കൺസേൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ സംസാരിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ഹോണ്ട ഹൈനസ് എന്ന് പറഞ്ഞ മോഡലാണ്. 2022 അന്നത്തെ നിയമങ്ങളും ഫ്യൂൽ പോളിസി അനുസരിച്ചാണ് ഞാൻ ഈ വാഹനം വാങ്ങിയത്. ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്ന ഹോണ്ട എന്ന കമ്പനി, അവരും അന്നത്തെ E10 മാനദണ്ഡം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ ഫ്യൂൽ സിസ്റ്റത്തിൽ. അപ്പം എൻ്റെ സംശയം ഇതാണ്, എൻ്റെ ഹോണ്ട ഹൈനസിൻ്റെ മാനുവൽ പറയുന്നുണ്ട് E10 വരെയുള്ള പെട്രോളാണ് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് E20 പെട്രോൾ മാത്രമാണ്. ഓക്കെ, അപ്പം ഭാവിയിൽ ഫ്യൂലുമായി ബന്ധപ്പെടുന്നൊരു ഇഷ്യൂ ഉണ്ടായാൽ അതിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത്? ഒന്ന്, ഞാൻ കസ്റ്റമർ എന്ന നിലയിൽ ഞാനാണ് ഏറ്റെടുക്കേണ്ടതെന്ന് പറയുന്നുണ്ടാവും. രണ്ട്, E20 മാത്രം അല്ലെങ്കിൽ E20 മുതൽ മുകളിലേക്ക് മാത്രമേ ഇനി ഇന്ത്യയിൽ അവൈലബിൾ ആകുന്നു എന്ന കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം. ആ തീരുമാനം കാരണമല്ലേ ഞാൻ E10 പെട്രോൾ ഉപയോഗിക്കാതെ E20യിലേക്ക് തന്നെ ഫോഴ്സ്ഫുള്ളി ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഇഷ്യൂവിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ ഗവൺമെൻറ്റുണ്ട്. മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് നമ്മളെ ഹോണ്ട കമ്പനിയാണ്. അവർ പറയുന്നു E10 ഉപയോഗിക്കരുത്, E10 വരെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ വണ്ടിയിൽ E20 അടിച്ചാൽ അത് ഞാൻ നാളെ ഒരു വാറണ്ടി ആയിട്ട് പോകുന്ന സമയത്ത് അവരത് റിജക്റ്റ് ചെയ്യും. കാരണം ഞങ്ങളുടെ മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് E10 വരെയാണ് നിങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്യൂൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ E20 ഉപയോഗിച്ചാൽ ഞങ്ങൾ എന്തിനു വാറണ്ടി തരണം എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് കൊടുക്കാനില്ല. സോ എൻ്റെ കൺസേൺ ഇതാണ്. ഇപ്പോൾ ഒരു 4-5 വർഷം മുന്നേ വാങ്ങിയൊരു വണ്ടി, ആ വണ്ടി ഒരു 15% ടാക്സ് അടച്ച് ഫ്യൂൽ പോളിസി എല്ലാം മാനിച്ചാണ് നമ്മൾ റോട്ടിലിറക്കി ഓടിക്കുന്നത്. ഇപ്പോൾ ഈ ഫ്യൂൽ പോളിസി ചേഞ്ചസ് എല്ലാ രാജ്യങ്ങളിലും സംഭവിക്കാറുണ്ട്. ഇന്ത്യയിലും അത് സംഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിന് ഈ ജനങ്ങൾക്ക് ഹെൽപ്ഫുള്ളായ കുറച്ചൊക്കെ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ വാഹന ഉടമകൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്ന കുറച്ച് തീരുമാനങ്ങൾ വേണം. ഒരു ഉദാഹരണത്തിന്, ഒരു വാഹനം വാങ്ങി ഒരു 5 വർഷം കഴിയുമ്പോൾ ഫ്യൂൽ പോളിസി ചേഞ്ച് വരുമ്പോൾ ആ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന കസ്റ്റമറിന്, അതിൽ ഉപഭോക്താവിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് ഫ്യൂൽ മാറി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഫ്യൂൽ സീൽസിൽ ലീക്ക് ഉണ്ടാവും, ഈ തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉണ്ട്, മൈലേജ് കുറയുന്നുണ്ട്. ഇതൊക്കെ കൺസേണാണ്, ഒരു ജനത്തിൻ്റെ കൺസേണാണ്. ഈ കൺസേൺ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് അത് മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന രീതിയിൽ തീരുമാനം എടുപ്പിക്കാൻ സാധിക്കണം. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ തന്നെ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ കമ്പനി അവരുടെ പഴയ മോഡലിൽ E10 മോഡൽസിന് ഉപയോഗിക്കാൻ പറ്റുന്ന E20 കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള പല പാർട്സ് അവർ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഹോണ്ടയോ മറ്റൊരു കമ്പനിയോ അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇനി അത് ചെയ്തു തുടങ്ങിയാൽ തന്നെ അത് കസ്റ്റമർ കാശ് കൊടുത്ത് ഫുൾ പൈസയും കൊടുത്തിട്ട് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു എക്സ്ട്രാ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതായത് ഫ്യൂൽ ചാർജസിൽ ഒരിക്കലും E20 ആയതിൻ്റെ പേരിൽ കുറവ് വന്നിട്ടില്ല. അതേ സമയത്ത് നമ്മൾ മറ്റൊരു എക്സ്പെൻസും കൂടെ നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. ആ ഒരു ഇഷ്യൂ നമ്മൾ കസ്റ്റമറിൻ്റെ തലയിലാണ് വരുന്നത്. നാളെ ഒരു ഇഷ്യൂ കൊണ്ട് നമ്മൾ സർവീസ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് അവർ E20 പെട്രോൾ ഉപയോഗിച്ചതാണ് നിങ്ങളുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ അടുത്ത് തിരിച്ച് വാദിക്കാൻ ഇന്ത്യയിൽ ഒരു നിയമങ്ങളോ ഒരു സാധ്യതകളോ ഇല്ല. കാരണം അവരുടെ മാനുവൽ പറഞ്ഞ കാര്യം തന്നെയാണ് E10 ഉപയോഗിക്കാവുന്നത്. സോ ഇങ്ങനൊരു കൺസേൺ എൻ്റെ തലയിലുണ്ട്. ഇപ്പം എൻ്റെ വണ്ടി ഇനിയിപ്പോൾ ഞാൻ E20 ഇത് കൊടുത്തിട്ട് E20 വാങ്ങിയാൽ അടുത്ത് E30യിലേക്ക് മാറും. E30യിലോട്ട് മാറുമ്പോൾ ഞാൻ അതിനനുസരിച്ച് വണ്ടി മാറാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് വേണം. നമുക്ക് കിട്ടാവുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് E10 എന്ന പെട്രോൾ വീണ്ടും അതേ ലെവലിൽ മറ്റ് രാജ്യങ്ങളെ പോലെ ഇന്ത്യയിൽ അവൈലബിൾ ആക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഉത്തരവാദിത്വം
അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ട്രാൻസിഷൻ പീരീഡ് കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസിന് പെട്രോളുമായിട്ട് ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഒരു സബ്സിഡി കണക്ക് ഗവൺമെൻറ് പേ ചെയ്യുക. മൂന്നാമത്തത് ഹോണ്ട, റോയൽ എൻഫീൽഡ്, ബാക്കിയുള്ള മേജർ കമ്പനീസിൻ്റെ അടുത്ത് കേന്ദ്ര സർക്കാർ തന്നെ പറയുക E20 കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. ആ ഒരു തീരുമാനം എടുപ്പിക്കാൻ പറ്റണം. അതുപോലെ എൻ്റെ വണ്ടിയിൽ E20 കൊണ്ട് അല്ലെങ്കിൽ E20 അതിന് മുകളിലേക്കുള്ള പെട്രോൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും ഇഷ്യൂസ് ഉണ്ടാകാം, ഇത്രയും ഇഷ്യൂസേ അതിലുണ്ടാവത്തുള്ളൂ ഇത് കൊണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വിവരണം ഓരോ കമ്പനിയും ജനങ്ങളെ അറിയിക്കേണ്ടതാണ്. ഇത് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് വ്യക്തമാവണമെന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ചിലപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ ഇത് ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല, വാ തുറന്ന് പറയുക, സംസാരിക്കുക. കാരണം നമ്മൾ ജനങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ ജനം ചെയ്യേണ്ട കാര്യം എന്നുള്ളത് കേന്ദ്രത്തെ എതിർക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ എതിർക്കുക എന്നുള്ളത്. നമുക്കവിടെ ഒരു പ്രൊവിഷൻ വേണം. ഉദാഹരണത്തിന് പഴയ വാഹനങ്ങൾ ഇവിടെ നിലനിർത്തണം. 15 വർഷം ടാക്സ് അടച്ചതല്ലേ ഒരു കമ്പനി. എൻ്റെ ഒരു അറിവിൽ പണ്ട് ഫോർഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇന്ത്യയിൽ നിന്ന് പോയ സമയത്ത് 15 വർഷത്തേക്ക് അതിൻ്റെ സ്പെയർസ് അവൈലബിൾ ആക്കണം എന്നൊരു കോടതി ഒരു പരാമർശം ഉണ്ടായതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അങ്ങനെയാണെങ്കിൽ 15 വർഷം എൻ്റെ വാഹനം ഓടിക്കുന്ന രീതിയിൽ ഫ്യൂൽ പോളിസീസ് മാറ്റാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. മാറിയാൽ അതിൻ്റെ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിൻ്റെ 1% ബാക്കി കമ്പനീസും ഇന്ത്യൻ ഗവൺമെൻറ്റും ഏറ്റെടുക്കാൻ തയ്യാറാവണം. അല്ലാതെ ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടാകുന്ന എല്ലാ റിസ്ക്കും എല്ലാ ബാധ്യതകളും ഒരു കൺസ്യൂമർ എന്ന നിലയിൽ ആ ഒരു കൺസ്യൂമറിന് മാത്രമായി മാറുന്നത് ശരിയല്ലാത്ത തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലത് കാരണം ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറയുന്നതുകൊണ്ട് തന്നെ കുറേ മിസ്സിങ്സ് ഉണ്ടാവും. എങ്കിലും മൊത്തം കേട്ടിരുന്നവരടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക, ഇതിനെപ്പറ്റി സംസാരിക്കുക. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എന്തായാലും E10 ഉപയോഗിക്കുന്ന വണ്ടിയിൽ E20 ഉപയോഗിച്ചാൽ ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് ഹോണ്ടയ്ക്കറിയും. അതുകൊണ്ട് തന്നെയാണ് അവർ ഹോണ്ട മാനുവലിൽ E10 വരെയുള്ള പെട്രോളൊന്നും ഉപയോഗിക്കാവൂ എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് പല കമ്പനീസും വരും, നാളെ ഭാവിയിൽ വന്നിട്ട് പറയും E20 ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൈലേജ് ഡ്രോപ്പ് മാത്രമാണ് ഉണ്ടാകുന്നത്, ഒരു 3% മൈലേജ് ഡ്രോപ്പ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, മൈലേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ നെഗറ്റീവ് പാർട്ട് ഉണ്ടായിരിക്കും. എത്രയുള്ള റസ്റ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുപോലെ റബ്ബർ പാർട്സിൻ്റെ ക്വാളിറ്റി ദ്രവിപ്പിക്കാനുള്ള കഴിവ് കൂടുതലാണ്. ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഇറക്കിയ E20 പെട്രോളിന് ആപ്റ്റായിട്ടുള്ള കാർബറേറ്റർ പോലത്തെ സാധനത്തിൽ ഉപയോഗിക്കുന്ന വാഷറാണെങ്കിലും അതിൻ്റെ അകത്തുള്ള റബ്ബർ പാർട്സ് ആണെങ്കിലും കണ്ടാൽ തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം. സോ ചോദ്യം ഇതാണ്, ആരാണ് ബാധ്യത ഏറ്റെടുക്കേണ്ടത്? ആരാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടത്? ട്രാൻസിഷൻ പോളിസിൻ്റെ റിസ്ക്, ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പെട്രോളിൻ്റെ മാറ്റത്തിലുണ്ടാകുന്ന റിസ്ക് ജനങ്ങൾ മാത്രം ഏറ്റെടുക്കേണ്ടതാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കുറേ മണ്ടത്തരം തെറ്റുകൾ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടാകും, പക്ഷേ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം.